നമ്മളെ പ്രയാഗരാജ യാത്ര കാളേലി മാതാജി കണ്ണൻ്റെ ഉള്ള യാത്ര വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഒരിക്കലും പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാതെ പെട്ടെന്നുണ്ടായ ഒരു യാത്രയാണ്. അത് വളരെ വളരെ കംഫർട്ടബിളായിട്ടുള്ളൊരു യാത്രയായി. കൂടെ ഉള്ളവരാണ് എല്ലാവരും നല്ല സഹകരിക്കുന്നത്. നമ്മുടെ വണ്ടിയിലെ സാരഥിമാർ ഡ്രൈവർമാർ വളരെ സഹകരണമുള്ള രണ്ട് ആൾക്കാർ, നല്ല ആൾക്കാർ വളരെ നല്ല സഹകരണത്തോടു കൂടി ഞങ്ങളോട് സഹകരിച്ചു. എല്ലാം വളരെ വളരെ നല്ലൊരു അനുഭവമായി. കണ്ണനും അമ്മയ്ക്കും ഡ്രൈവറായ സുഹൃത്തുക്കൾക്കും വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. ആ കാര്യത്തിൽ എല്ലാവരും വണ്ടി എന്ന് പറഞ്ഞാൽ നല്ല കംഫർട്ടബിളായിട്ടുള്ളൊരു വണ്ടി, ഒരു ക്ഷീണമോ ഒരു ബുദ്ധിമുട്ടോ നമുക്കില്ല. നല്ലൊരു വണ്ടി, അതായത് ട്രാവലറിൻ്റെ അർബാനിയ എന്ന വണ്ടിയാണ്. അത് നല്ല വണ്ടിയാണ്. ചെറു യാത്രകൾക്ക് പറ്റിയ നല്ലൊരു വണ്ടി. നമുക്കൊരു ക്ഷീണം അനുഭവപ്പെടുന്നില്ല ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത്. അതാണ് ഈ വണ്ടിയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയിട്ടോ ഈ റിവ്യൂ ഇടുന്നത്. ഇത് നമ്മൾ വിചാരിക്കും നമ്മൾ സാധാരണ ടൂറ് ഗ്യാങ് ഒക്കെ പോകുമ്പോൾ നമ്മൾ പറയുന്ന റിവ്യൂ അല്ല അത്. കാരണം എന്താ അറിയോ, ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ കുടുംബക്കാരുടെ ഒപ്പം മാത്രമാണ് ഞങ്ങളെപ്പോഴും ടൂർ പോവാറ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഫാമിലി വിട്ടിട്ട് വേറൊരു ആൾക്കാരുടെ കൂടെ പോണത്, ആദ്യമായിട്ടാണ്. അപ്പൊ ആ ഒരു സന്തോഷം പറയാനുണ്ട്. അത് എവിടേക്കാണ് ആ യാത്ര എന്നുള്ളത് കുംഭമേളയിൽ പങ്കെടുക്കാനാണ് ഞങ്ങൾ പോയത്. ആ കുംഭമേളയിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ആരെയും അറിയില്ല, പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. ഭഗവാൻ വിചാരിക്കാതെ ആരും അവിടെ എത്തില്ല. പക്ഷെ എവിടുന്നുള്ള ഗുരുവായൂരിന്ന് പുറപ്പെടുന്നു, ഉണ്ണിക്കണ്ണന്റെ അമ്മയുടെ കൂടെ പോവാന്നുള്ളത് മാത്രമേ അറിയുള്ളൂ. എങ്ങനെയുള്ള ആൾക്കാരാണ്, എങ്ങനെയുള്ള വണ്ടിയാണ്, എങ്ങനെയുള്ള ഡ്രൈവേഴ്സാണ്, അതൊന്നും അറിയില്ലല്ലോ നമുക്ക്. അപ്പൊ എന്റെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ചോദിച്ചു, ഈ അറിയാത്ത ആൾക്കാരുടെ കൂടെ 2200 കിലോമീറ്ററോളം 6 സംസ്ഥാനം കടന്ന് നീ പോവുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഭഗവാനിൽ വിശ്വസിച്ച് ഉണ്ണിക്കണ്ണന്റെ അമ്മയോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ നളിനി മാധവ്, അവരൊരു അക്യുപഞ്ചറിസ്റ്റ് ആണ്. അപ്പൊ അവരുടെ ആ ഒരു വാക്കിന്റെ അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹമാണ്. പക്ഷെ വണ്ടിയെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. പുതിയൊരു വേർഷനാണ് അർബാനിയ വണ്ടി. ആ വണ്ടി നിങ്ങൾ എല്ലാവർക്കും നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്യാം. ഈ യാത്രകൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരായിട്ട് ഒരു 10 പേർക്ക് സന്തോഷമായിട്ട് യാത്ര ചെയ്യാൻ, കംഫർട്ടബിൾ ആയിട്ട് പോവാൻ. കൂടാതെ ഞങ്ങളുടെ സാരഥികൾ, അവരെ ഞാൻ പ്രത്യേകം എടുത്ത് പറയാണ്. എന്താ കാര്യം വെച്ചാല് എന്നോട് ചോദിച്ചു, ഈ ഡ്രൈവേഴ്സ് രാത്രി ഉറക്കം വിളിച്ചിട്ടാണോ വണ്ടി ഓടിച്ചു കൊണ്ടുപോകണേന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിക്കും അത്. കാരണം എന്താ അറിയോ, പക്ഷെ ഇവര് ഒരു സ്ഥലത്ത് പോലും നിർത്താതെ ഒരാൾ ഉറങ്ങും, ഒരാള് ഓടിക്കും. അവര് രണ്ടുപേരെ പ്രത്യേകം പറയാതെ വയ്യ. പേര് ഒന്ന് മറന്നു, അഭിലാഷും മിഥുനും. അതില് മിഥുൻ പറയുന്നത് ഞാൻ പെർമനന്റ് അല്ല, ഞാൻ വളരെ കേറി അവിചാരിതമായി കേറി വന്ന. അവർ രണ്ടുപേരും നമ്മുടെ കുടുംബത്തിലെ കുട്ടികളെ പോലെ തന്നെയാണ്. വളരെ സന്തോഷം. ഇനി നിങ്ങൾക്കും ആർക്ക് വേണമെങ്കിൽ ഗുരുവായൂര് ഈ ഒരു ട്രാവൽസ് ബുക്ക് ചെയ്തോളൂ. ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് പോകുമ്പോ ഉറപ്പായിട്ടും ഇവര് തന്നെ വേണം ഞങ്ങൾക്ക് ട്രാവൽസ്. അപ്പൊ ജി ട്രാവൽസിന്റെ അതാണ് ഗുരുവായൂരിന്ന് വന്ന വണ്ടിയാണ്. അപ്പൊ വളരെ സന്തോഷമാണ്. എല്ലാ ദർശന പുണ്യവും എല്ലാവരുമായിട്ടും 10 ആളായിട്ട് ഞങ്ങൾ 10 ആള് ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ ഒരു ബന്ധം, മുജന്മ ബന്ധമുള്ള പോലെ തോന്നണേ. ഈ ഇവര് രണ്ടുപേരും ഞങ്ങക്ക് എന്താ പറയാ ഓർമ്മ ഇല്ലാതിരിക്കില്ല. എവിടെ പോണെങ്കിലും ഇവര് തന്നെ വേണം ഞങ്ങക്ക് ഈ വണ്ടിയെ പറ്റിയിട്ടും യാത്രയെ പറ്റിയിട്ടും കൊണ്ടുപോകുന്ന അമ്മയെ പറ്റിയിട്ടും പറയാൻ നല്ല കാര്യങ്ങളേ ഉള്ളൂ. ഹരേ കൃഷ്ണ.